ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇവരുടെ നേരെ അച്ഛൻ ചോദിച്ചേക്കാ. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് കൺജങ്ഷനുകളാണ് കേട്ടോ. എന്താണ് കൺജങ്ഷൻ എന്നുള്ള അറിയാമോ? എന്താ നമ്മളെ വേർഡ്സ് എല്ലാം കൂട്ടിച്ചേർക്കാം. സെന്റൻസുകളെ തമ്മിൽ കൂട്ടി കണക്ട് ചെയ്യാം അല്ലേ? കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇതേപോലെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ രണ്ട് സെന്റൻസുകൾ നമുക്ക് മുറിച്ച് മുറിച്ച് പറയാൻ അറിയാം. ഇനി ആ രണ്ട് സെന്റൻസുകളെ കൂട്ടി കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ടാവും. ഈ ജംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. അതാണ് കൺജങ്ഷൻ. കൺജങ്ഷൻ അങ്ങനെ ഓർത്തിരുന്നാൽ മതി കേട്ടോ. അതേപോലെ തന്നെ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ബിക്കോസും എന്താ ഡ്യൂ ടു അങ്ങനെയുള്ള കുറെ വാക്കുകളൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ വേർഡ്സ്. ക്വസ്റ്റ്യൻ വേർഡ്സ് ഏതൊക്കെയാന്ന് ഓർമ്മ ഉണ്ടോ? ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ വേർഡ്സ്. അപ്പൊ അതിലുള്ള ഒരു 3-4 ക്വസ്റ്റ്യൻ വേർഡ്സ് എടുത്തിട്ട്, അതായത് വാട്ട്, ദാറ്റ്, വെന്ന്, വിച്ച്, ഫുള്ള് എല്ലാം കൂടെ ചിലപ്പോൾ ഒന്ന് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനകത്തുള്ള ഒരു 3-4 എണ്ണം എടുത്തിട്ട് നമുക്ക് കൺജങ്ഷനുകളായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. അപ്പൊ സമയങ്ങളേറെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മള് ഇന്ന് ആദ്യമായിട്ട് നോക്കുന്നത് വെന്ന് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസ് ആണ് കേട്ടോ. വെന്ന് ഉപയോഗിച്ചുള്ള സെന്റൻസ് നമുക്ക് കുറച്ചൊക്കെ അറിയാം അല്ലേ? നമ്മൾ ഓൾറെഡി കുറെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൺജങ്ഷനുകളായിട്ട് വെന്ന്, ദാറ്റ്, വാട്ട്, വിച്ച് ഒക്കെ നമുക്ക് നോക്കാം. അതിൽ ആദ്യമായിട്ട് നോക്കുന്നത് നമ്മളിപ്പോ വെന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇന്ന് ആദ്യമായിട്ട് വെന്ന് എങ്ങനെയാ പറയാൻ നോക്കാം കേട്ടോ. വെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? വെന്ന് എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നാണ്. പക്ഷെ നമ്മൾ രണ്ട് സെന്റൻസുകൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ എപ്പോൾ എന്നല്ല അതിന്റെ മീനിങ്. എപ്പോഴാണോ അപ്പോൾ എന്നാണ്. എപ്പോഴാണോ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് സെന്റൻസ് പറയുകയാണെങ്കിൽ, അവൾ ഉറക്കമുണർന്നു, ഫോൺ ബെല്ലടിച്ചപ്പോൾ. അപ്പൊ അവിടെ അപ്പോൾ എന്നാണ് വന്നത്. ചെയ്തപ്പോൾ. അപ്പൊ ചെയ്തപ്പോൾ, അതായത് ആ ഫോൺ ബെല്ല് എപ്പോഴാണോ അടിച്ചത് അപ്പോൾ എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ഫോൺ ബെല്ലടിച്ചപ്പോൾ അവൾ ഉറക്കമുണർന്നു എന്ന് പറയണം. അപ്പോ അവൾ ഉറക്കമുണർന്നു, ഫോൺ ബെല്ലടിച്ചപ്പോൾ. ഷീ വോക്കപ്പ്, അവൾ ഉണർന്നു അല്ലെ? അവൾ ഉറക്കമുണർന്നു, ഷീ വോക്കപ്പ്. ഇനി എന്ത് പറയണം? വെൻ ദ ബെൽ റാങ് എന്നോ അല്ലെങ്കിൽ വെൻ ദ ഫോൺ റാങ് എന്നോ പറയാം. അപ്പൊ അവിടെ വെൻ ദ ഫോൺ റാങ് അല്ലെങ്കിൽ വെൻ ദ ബെൽ റാങ്. ആ ബെല്ലടിച്ചപ്പോൾ അവള് ഉറക്കം ഉണർന്നു. അപ്പൊ ആ ബെല്ലടിച്ചപ്പോൾ നമുക്ക് കിട്ടണ്ടേ? അതിനാണ് നമ്മൾ എന്തിട്ടത്? വെൻ ഇട്ടത്. അപ്പൊ ഈ രണ്ട് സെന്റൻസുകൾ നമുക്കറിയാം. ഈ രണ്ട് സെന്റൻസ് നമുക്ക് പറയാൻ അറിയാം, പക്ഷെ നടുക്ക് എന്താ ഇടണ്ടേന്ന് നമുക്ക് അറിയില്ല. അവിടെ ചെയ്തപ്പോൾ എന്നാണ് അല്ലേ? വെന്നിന്റെ അർത്ഥം എപ്പോൾ എന്നാണ്, അപ്പോൾ എന്നാണ്. അപ്പോ ആ ചെയ്തപ്പോൾ അപ്പോൾ എന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മള് വെന്നിട്ടത് അല്ലേ? ഇത് നോർമൽ രണ്ട് സെന്റൻസുകൾ നമുക്ക് പറയാൻ പറ്റും. അതായത് അവളെ ഉറക്കം ഉണർന്നു, ഫോൺ ബെല്ലടിച്ചു, ഇതൊക്കെ അറിയാം. പക്ഷെ ഫോൺ ബെല്ലടിച്ചപ്പോൾ അവൾ ഉറക്കമുണർന്നു എന്ന് പറയുമ്പോൾ രണ്ട് സെന്റൻസുകൾ നമ്മൾ വെൻ ഉപയോഗിച്ച് കണക്ട് ചെയ്തു. ഇനി അടുത്തൊരു സെന്റൻസ് നോക്കാം. നീ എന്നെ വിളിക്കണേ. എപ്പോ? നീ എന്നെ ഒന്ന് വിളിക്കണം, നീ എത്തുമ്പോൾ. പ്ലീസ് കോൾ മീ വെൻ യു റീച്ച്. പ്ലീസ് കോൾ മീ വെൻ യു റീച്ച്. ഇതിപ്പോ എത്തുമ്പോൾ നമുക്ക് കിട്ടണം. അതിനാണ് വെൻ ഇട്ടിട്ട് റീച്ച് കൊടുത്തത്. വെൻ യു റീച്ച്. അപ്പൊ അവിടെ നമുക്കൊരു സംശയം വരും. വെന്നിട്ടിട്ട് അവിടെ ഓക്സിലറി വെർബ് ഒന്നും ഇല്ലല്ലോ എന്നൊരു സംശയം വരും. വെന്നിട്ടിട്ട് അവിടെ ഓക്സിലറി വെർബ് ഇട്ടാൽ അതെന്തായി? ചോദ്യമാകും. റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് എന്ന് പറഞ്ഞാൽ എത്തുക. യു റീച്ച് എന്ന് പറഞ്ഞാൽ നീ എത്തുക. അതിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ വെന്നിട്ടത്. അവിടെ ഓക്സിലറി വെർബ് ഒന്നും ഇട്ടില്ല. അപ്പൊ എത്തുമ്പോൾ എന്നായി. പക്ഷെ വെൻ ഡു യു റീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാല് നീ എപ്പോഴാണ് എത്തുക ചെയ്യുന്നത്, നീ എപ്പോഴാണ് എത്താറുള്ളത് എന്നായി പോകും. ഒരു പ്രത്യേകത ഉണ്ട്. നമുക്ക് ഈ മലയാളം പറയാനുള്ള എല്ലാ സാധനങ്ങളും ഇംഗ്ലീഷിൽ കൊണ്ടുവച്ചിട്ടുണ്ടാവില്ല. നമ്മൾ അതിന്റെ അർത്ഥം സ്വന്തം കണ്ടുപിടിക്കണം. അതായത് അവിടെ ഓക്സിലറി വെർബിന്റെ സ്ഥാനം മാറുകയോ ഓരോ വാക്കിന്റെ സ്ഥാനം മാറുകയോ ചെയ്തു കഴിഞ്ഞാൽ മീനിങ് കംപ്ലീറ്റ് മാറും. അതാണ് ഇംഗ്ലീഷിന്റെ പ്രത്യേകത. അതേപോലെ നമ്മൾ മലയാളം പറയുമ്പോൾ ഓരോരോ ഇന്നിന്റെ ഇൽ എന്നൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ മലയാളത്തിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ കിട്ടും. പക്ഷെ ഇംഗ്ലീഷിൽ ഇന്നൊന്നും അറിയാത്തവര് ഇന്നാണോ ഓണാണോ ഫോറാണോ
അച്ചാണോ? ഉണ്ടാവില്ല. നമുക്കറിയില്ല. അപ്പൊ അത് പ്രാക്ടീസിലൂടെ കിട്ടുള്ളൂ. ടെൻഷൻ അടിക്കണ്ട. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ സെന്റൻസ് രണ്ടാമത്തത് വെന്ന് ചേർത്ത് പറഞ്ഞു. ഒരു സെന്റൻസ് കൂടി നോക്കാം. അവൻ കാറ് ഓടിച്ചപ്പോൾ വണ്ടി പഞ്ചറായി. വണ്ടി പഞ്ചറായി അവൻ കാർ ഓടിച്ചപ്പോൾ. അപ്പൊ ആദ്യം എന്താ സംഭവിച്ചേ? വണ്ടി പഞ്ചറായി. വണ്ടി പഞ്ചറായി കാർ ഓടിച്ചപ്പോൾ. അപ്പൊ ആദ്യം പറയുന്നത് വണ്ടി പഞ്ചറായി എന്നാ പറയാ. അപ്പോ ദ വെഹിക്കിൾ അല്ലെങ്കിൽ കാർ എന്ന് പറഞ്ഞോ. ഓക്കേ, ദ കാർ പഞ്ചേർഡ് when he drove the car. When he drove the car. അവൻ കാർ ഓടിച്ചു അല്ലേ? അവൻ കാർ ഓടിച്ചപ്പോൾ വണ്ടി പഞ്ചറായി എന്നാ പറഞ്ഞത്. അപ്പോ ദ കാർ അല്ലെങ്കിൽ ദ വെഹിക്കിൾ പഞ്ചേർഡ് when he drove the car അല്ലേ? അപ്പൊ വെന്ന് മനസ്സിലായി അല്ലേ? ഇനി അടുത്ത് നമുക്ക് നോക്കാം വാട്ട്. എന്ത് എന്നാണ്. അപ്പൊ വാട്ട് നമ്മൾ രണ്ട് സെന്റൻസിന്റെ ഇടയിൽ ഇടുമ്പോ എന്താണോ അത് പോലെ തന്നെ വെന്ന് പറഞ്ഞ പോലെ തന്നെ എന്താണോ അത്. വെന്ന് നമ്മൾ പറഞ്ഞത് എന്താണ്? എപ്പോഴാണോ അപ്പോൾ എന്നാ പറഞ്ഞത്. ഇവിടെ എന്താണോ അത് എന്ന് നമ്മൾ അങ്ങനെ പറയാറില്ല. അതായത് സെന്റൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നീ പറഞ്ഞത് എന്താണോ അതെനിക്ക് മനസ്സിലായി നമ്മൾ പറയില്ലേ? നീ പറഞ്ഞത് എന്താണോ അതെനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്താണോ അത് എന്നുള്ളത് നമ്മൾ പറയില്ല. നമ്മൾ ഇത്ര പറയുള്ളൂ, നീ പറഞ്ഞ അത് എനിക്ക് മനസ്സിലായി. അപ്പൊ ആ അത് എന്ന് കിട്ടാനാണ് നമ്മൾ വാട്ടിടുക. അപ്പോ എനിക്ക് മനസ്സിലായി അതാദ്യം പറ. അണ്ടർസ്റ്റാൻഡ് എന്നാണ് മനസ്സിലാവുക. അതിന്റെ പാസ്റ്റ് എടുക്കണം. എനിക്ക് മനസ്സിലായി. I understood. I understood what you spoke. നീ പറഞ്ഞത്. What you said. സ്പീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കുക എന്നുള്ളതല്ലേ? അപ്പൊ നീ പറഞ്ഞത് കിട്ടണമെങ്കിൽ വാട്ട് യു സെഡ്. നീ സംസാരിച്ചത് എന്താണോ അതെനിക്ക് മനസ്സിലായി എന്നാണെങ്കിൽ വാട്ട് യു സ്പോക്ക്. കേട്ടോ? അപ്പൊ നീ പറഞ്ഞത് എന്താണോ അതെനിക്ക് മനസ്സിലായി എന്ന് നമ്മൾ രണ്ട് സെന്റൻസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് ഉപയോഗിച്ചത് കണ്ടോ? അപ്പൊ ഞാൻ പറയാണ് നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയില്ലേ? അപ്പൊ ഇങ്ങനെ നമ്മൾ പറയും ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ. നീ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണോ വാട്ട് യു ആർ സ്പീക്കിംഗ് നൗ. ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ സ്പീക്കിംഗ് നൗ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ ഇപ്പം എന്താണോ പറയുന്നത്. ഐ ആം അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ പറയാറില്ല. കാരണം ഇപ്പം എനിക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് ഐ ആം അണ്ടർസ്റ്റാൻഡിങ് എന്ന് നമ്മൾ പറയില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ സ്പീക്കിംഗ് അല്ലെങ്കിൽ വാട്ട് യു ആർ സേയിങ് അല്ലെങ്കിൽ വാട്ട് യു ആർ. നീ എന്നോട് പറഞ്ഞതെല്ലാം നീ എന്താണോ പറഞ്ഞത് അത് ഞാൻ ആരെടുത്തും പറയില്ല. അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ എങ്ങനെ പറയാം? ഞാൻ ആരെടുത്തും പറയില്ല. ഐ വിൽ നോട്ട് say ആരെടുത്തും. To anybody. I will not say to anybody. What you said me. What you said me. നീ എന്താണോ എന്നോട് പറഞ്ഞത് ഞാൻ ആരോടും പറയില്ല. അപ്പൊ മനസ്സിലായില്ലേ? സെന്റൻസ് അഞ്ഞു ഉണ്ടാക്കി അങ്ങനെ നോക്കട്ടെ. അവൾ എന്നോട് പറഞ്ഞത് ഇതാണ് ഇന്നതാണ് പറയല്ലേ? അപ്പോ അവൾ എന്നോട് അങ്ങനെ പറയാൻ പറ്റില്ല. അവൾ എന്നോട് പറഞ്ഞത് അവൾ എന്താണോ പറഞ്ഞത് അത് ഇതാണ്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ചോദ്യം മാറി. അപ്പൊ എങ്ങനെ പറയാം? ദിസ് ഈസ് ദ തിങ് വാട്ട് ഷീ told me. നേരത്തെ പറഞ്ഞതും സെഡ് മീ എന്നല്ല, ടോൾഡ് മീ ആണ് കേട്ടോ. ഒരാൾ എന്നോടൊരു കാര്യം പറയുമ്പോ ഷീ ടോൾഡ് മീ എന്നാ പറയാ. ഷീ സെഡ് മീ എന്ന് പറയാറില്ല. ഐ സെഡ് ഹെർ ഷീ ടോൾഡ് മീ എന്നാണ് പറയാ.
അപ്പം നേരത്തെ സെൻറ്റൻസ് ടോൾഡ് ആക്കി മാറ്റണേ. ഓക്കെ. ഓക്കെ, അപ്പം അതിൻ്റെ ഐഡിയ മനസ്സിലായില്ലേ? അതാണ് വാട്ട്, എന്താണോ അത്. അപ്പോൾ അടുത്ത സെൻറ്റൻസ് നോക്കാം. ഞാൻ അറിഞ്ഞു, എന്താണോ ഇന്നലെ സംഭവിച്ചത് അത് ഞാൻ അറിഞ്ഞു എന്ന് പറയണം. ഓക്കെ. അപ്പോ ഞാൻ അറിഞ്ഞു, ഐ ന്യൂ. ഐ ന്യൂ. ഓക്കെ, ഐ ന്യൂ. എന്താണോ സംഭവിച്ചത്. വാട്ട് ഹാപ്പൻഡ് യെസ്റ്റർഡേ. ഐ ന്യൂ വാട്ട് ഹാപ്പൻഡ് യെസ്റ്റർഡേ. ഇന്നലെ എന്താണോ സംഭവിച്ചത് അത് ഞാൻ അറിഞ്ഞു എന്നാണ് അതിൻ്റെ മീനിങ് അല്ലേ? അപ്പോൾ ഐ ന്യൂ എന്നുള്ളത് ഒരു സെൻറ്റൻസും, ഹാപ്പൻഡ് ഇന്നലെ സംഭവിച്ചതാണ്, ഇന്നലെ സംഭവിച്ചതിന് ഹാപ്പൻഡ് യെസ്റ്റർഡേ, അത് രണ്ടും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ വാട്ട് ഉപയോഗിച്ചു. ഓക്കെ, ഇനി വേറെ സെൻറ്റൻസ് പറഞ്ഞ് വാട്ട് വെച്ചിട്ട് ഇങ്ങനെ പറയാം. അവര് കുറച്ച് സാധനം മേടിച്ചു കേട്ടോ. അവര് മേടിച്ചു എന്താണോ അവരാഗ്രഹിച്ചത്. അങ്ങനെ പറഞ്ഞൂടെ? എങ്ങനെ പറയാ? അവര് മേടിച്ചു, അവര് മേടിച്ചു എന്താണോ അവരാഗ്രഹിച്ചത്. They bought what they wished. അവര് ആഗ്രഹിച്ചത് എന്താണോ അത് അവര് മേടിച്ചു. നിന്റെ ബർത്ത്ഡേക്ക് എന്താണോ മേടിച്ചത് അത് ഞാൻ കണ്ടു. അങ്ങനെയും പറയാം. എങ്ങനെ പറയാം? അപ്പോ ഐ സോ വാട്ട് യു ബോട്ട് ഫോർ യുവർ ബർത്ത്ഡേ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ സെന്റൻസ് ഉണ്ടാക്കുക കേട്ടോ. ഇനി നമുക്ക് നോക്കാം ദാറ്റ്. ദാറ്റ് വളരെ സിമ്പിൾ ആണ്. ഈ വാട്ട് പറയുന്നിടത്തൊക്കെ നമുക്ക് ദാറ്റും പറയാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണോ അത് എന്നല്ലേ, അപ്പൊ നമ്മൾ വാട്ടാ കൂട്ടിച്ചേർത്തേ. അപ്പൊ അത് എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് അവിടെ അത് എന്ന് പറയാനായിട്ട് നമ്മൾ ദാറ്റ യൂസ് ചെയ്യാം. അപ്പൊ പറയാണ് ഞാൻ അറിഞ്ഞു അത്, ഞാൻ അറിഞ്ഞു അത് എന്ന് ചേർത്ത് നമ്മൾ പറയില്ലേ, എന്താണോ അത് കൂട്ടിച്ചേർത്ത് പറയാം. ഇപ്പൊ പറയണേ നീ മാർക്കറ്റിൽ പോയത് ഞാൻ അറിഞ്ഞു. നീ മാർക്കറ്റിൽ പോയി അത് ഞാൻ അറിഞ്ഞു, അത് ഞാൻ അറിഞ്ഞു. അപ്പൊ അറിഞ്ഞു ഐ അറിഞ്ഞു. ഐ അറിയുന്നേനു. പറ. ഐ ന്യൂ. ഐ ന്യൂ എന്താണോ അത് മേടിച്ചത് അല്ലേ? എന്താണോ അത് എന്ന് പറഞ്ഞിട്ട് വേണം മേടിച്ചെന്ന് കൂട്ടാനായിട്ട്. ഇപ്പൊ എന്തിനെ കുറിച്ചാ പഠിക്കണേ? അത് പറ. യു ബോട്ട്. നീ എന്താണോ മേടിച്ചത് അത് ഞാൻ അറിഞ്ഞു, അതാണ് ഇപ്പൊ പറഞ്ഞേ. ഓക്കെ, അപ്പൊ ഐ ന്യൂ ദാറ്റ് യു ബോട്ട്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് മിൽക്കുട്ടി ഒരെണ്ണം കൂടി പറയൂട്ടോ. പറഞ്ഞേ. മലയാളം പറയാദ്യം. നീ എന്നെ കാണാതെ അമ്മമ്മ വീട്ടിൽ പോയത് അമ്മമ്മ എന്നോട് പറഞ്ഞു. അത് അമ്മമ്മ എന്നോട് പറഞ്ഞു. ഓക്കെ, അപ്പോ മൈ ഗ്രാൻഡ് മദർ told me that you went to mama's house. എന്നെ കൂട്ടാതെ. Without me. അങ്ങനെയാണ് സെന്റൻസ് വരിക അല്ലെ. എന്നെ കൂട്ടാതെ നീ അവിടെ പോയത് അമ്മമ്മ എന്നോട് പറഞ്ഞു. അപ്പൊ അത് എന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ദാറ്റ് ഇട്ടു. അപ്പൊ ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ ഇനി ദാറ്റ് വെച്ചിട്ട് സെന്റൻസ് ഉണ്ടാക്കണം കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം വിച്ച്. വിച്ച് എന്നുള്ളത് എന്താണ് അർത്ഥം? ഏത് എന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ ഇവിടെ നമ്മള് ഏതാണോ അത്, ഏതാണോ അത്, ഇനിയിപ്പോ വേറെ എവിടെയാണോ അവിടെ. സിമ്പിൾ ആണ്, എല്ലാം നമുക്ക് തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. അവൾ എൻ്റെ അടുത്തൊരു കഥ പറഞ്ഞു. ആ കഥ ഏതാണോ ആ കഥ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഓക്കെ, അപ്പോ അത് വളരെ ഫസ്റ്റ് പറയണ അവള് പറഞ്ഞു എന്നാ പറയണ്ടേ. ഓക്കെ, അപ്പോ ഷീ ടോൾഡ് മീ എ സ്റ്റോറി വിച്ച് വെൻ. പിച്ചും വെന്നും ഒക്കെ എന്തിനെല്ലാം കൂടെ വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതാണോ അത്. which was interesting. which was very interesting. which was interesting എന്ന് പറഞ്ഞാൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അല്ലേ. ഇനി പറയണം അടുത്ത സെന്റൻസ്. ഈ ബുക്കില്ലേ, ഈ ബുക്ക് ഏതാണോ ഈ ബുക്ക് അതാണ് ഞാൻ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയണം. അപ്പൊ ഇതാണ് ആ ബുക്ക്. എങ്ങനെ ആദ്യം പറയും? This is the book. This is the book. ഇനി ഏത്?
which വിച്ച് which ഞാൻ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് I look ഐ ആം I am ലുക്കിംഗ് ഫോർ. looking for. അങ്ങനെ കൊടുക്കണം. ലുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4 ഇടണം. ലുക്ക് ഫോർ, ലുക്കിംഗ് ഫോർ എന്നാ പറയാം. അതൊരു ഒറ്റ ഇതായിട്ടാണ് പറയാം കേട്ടോ. അപ്പോൾ ദിസ് ഈസ് എ ബുക്ക് വിച്ച് ഐ ആം ലുക്കിംഗ് ഫോർ. ഈ ബുക്കാണ് ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത സെൻറ്റൻസ്. ഞാനൊരു കാറ് മേടിച്ചു. അത് വളരെ എക്സ്പെൻസീവാണ്. ഞാനൊരു കാറ് മേടിച്ചു, അത് വളരെ എക്സ്പെൻസീവാണ്. ഓക്കെ, അപ്പോ ഞാനൊരു കാറ് മേടിച്ചു. I bought a കാർ. അത് വളരെ എക്സ്പെൻസീവ് ആണ്. which ഈസ് is very Very expensive. expensive. കിട്ടിയില്ലേ? ഇപ്പൊ വിച്ച് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ 1-2 സെന്റൻസ് പറഞ്ഞ് വിച്ച് ചേർത്തിട്ട്. ഓക്കെ, അപ്പോ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചു. ഇതേപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഫ്രൂട്ട്സ് മേടിച്ചു. ഫ്രൂട്ട്സ് മേടിച്ചു. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ബ്യൂട്ടിഫുൾ ആയിരുന്നു. എക്സ്പെൻസീവിന് പകരം ബ്യൂട്ടിഫുൾ ഇടാം. അപ്പൊ എങ്ങനെ പറയാ? വേഗം പറ. അപ്പോ ഐ ബോട്ട് some fruits. I bought some fruits which was very beautiful. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സെൻറ്റൻസുകൾ കണക്ട് ചെയ്യാനായിട്ട് വാട്ട് ഉപയോഗിച്ചു, ദാറ്റ് ഉപയോഗിച്ചു, വിച്ച് ഉപയോഗിച്ചു, പിന്നെ വെൻ ഉപയോഗിച്ചു. 4 എണ്ണം പഠിച്ചു അല്ലേ? അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന സെൻറ്റൻസുകൾ നിങ്ങൾ കമൻ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യാൻ തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോ അതിനു മുമ്പേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. എന്ന് വെച്ചാല് നിങ്ങളൊരു പുതിയൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ കാണുന്നത് നമ്മള് ബിഗിനേഴ്സ് ചലഞ്ച് 30 വരെ ചെയ്തിട്ടുണ്ട്. ക്ലാസ് 30 ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റ് പോവാ. വീഡിയോ അതേപോലെ നമ്മുടെ റീൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടോ? അതിന്റെ മുകളിൽ പ്ലേലിസ്റ്റ് ഉണ്ടാവും. അതിൽ നിന്നൊക്കെ നമ്മൾ 30 ബിഗിനേഴ്സ് ചലഞ്ചും അതേപോലെ തന്നെ നമ്മൾ സ്പീക്കിംഗ് ചലഞ്ചും ചെയ്തിട്ടുണ്ട്. അതും പ്ലേലിസ്റ്റ് കാണാണ്ടാവും. അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.